നമ്മളൊരു സ്പെഷ്യലായിട്ട് വ്യാപകമായിട്ട് ഉപയോഗിച്ച് വരുന്നതായിട്ടൊക്കെ കാണുന്നുണ്ട്. കുട്ടികളും വലിയവരും എല്ലാ ആളുകളും. അപ്പൊ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നമുക്കറിയാലോ, നോക്കുകയാണെങ്കിൽ ലഹരി ഉപയോഗിക്കുന്നവര് സ്വന്തം മാതാപിതാക്കൾ, മക്കള്, ജ്യേഷ്ഠന്മാര്, അനുജന്മാര്, പെങ്ങന്മാര്, അയൽവാസികൾ, കൂട്ടുകാര്, ഇവരെ ഒന്നും ആര് ഏത് മുത്തറസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ലഹരി കൊണ്ടുള്ള വിപത്ത്, ഇതുകൊണ്ടുള്ള ദോഷം നമ്മളെ ആദ്യക്കേ പഠിപ്പിച്ചതും നമ്മളൊക്കെ പഠിച്ചതും മനസ്സിലാക്കിയവരുമാണല്ലോ. അപ്പൊ ഒരു പ്രതിജ്ഞ നമ്മൾ മനസ്സറിഞ്ഞ് നമ്മളൊരു പ്രതിജ്ഞ എടുക്കേണ്ടതുണ്ട്. ഇൻഷാ അല്ലാഹ് നമ്മുടെ മദ്രസയുടെ പ്രസിഡന്റ് നമുക്ക് പ്രതിജ്ഞ ചൊല്ലിത്തരും. അത് നമ്മൾ ശരിക്ക് മനസ്സറിഞ്ഞ് ഏറ്റു ചൊല്ലുകയും അതുപോലെ തന്നെ അതിന് മുമ്പായിക്കൊണ്ട് നമ്മുടെ ലത്തീഫ് ഉസ്താദിന്റെ ഒരു ചെറിയ ഉപദേശം, ഇതിനെക്കുറിച്ചുള്ള ഒരു ഉപദേശമുണ്ട്. അത് ശരിക്കും കേട്ട് മനസ്സിലാക്കുകയും ചെയ്യാം. അള്ളാഹു എന്ത് ഉദ്ദേശം വെച്ചുകൊണ്ടാണ് നമ്മളിപ്പോ ഒരുമിച്ച് കൂടിയത്, ഇത് പൂർണ്ണ അർത്ഥത്തിൽ വിജയിപ്പിച്ചു തരട്ടെ. ഇൻഷാ അല്ലാഹ് ലത്തീഫ് ഉസ്താദ് ഈ കാര്യവുമായി ബന്ധപ്പെട്ടതിനോട് സംസാരിക്കണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാനപ്പെട്ട സദസ്സുകൾ, വിദ്യാർത്ഥികൾ, സഹോദരങ്ങൾ, നമുക്കിന്ന് പേപ്പറുകളൊക്കെ വളരെ എല്ലാ സ്ഥലങ്ങളിലും തലമുറകൾ കൈമാറാൻ വേണ്ടിയിട്ട് ചെറിയ കുട്ടികൾ മുതൽ ചെറിയ കുട്ടികളാണ് അതിനാണ് ഉപയോഗിക്കുന്നത്. ആദ്യമായിട്ട് നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് സ്കൂളിൽ പോലെ സ്കൂളിന് മുമ്പിലും ചെറിയ പെട്ടിപ്പീട ഉണ്ടാവും. റോജാ പാക്ക് കണ്ടിട്ടുള്ള റോജാ പാക്ക് സാധനം ചെറിയ പീട, എല്ലാം മധുരമാണ്, അടക്ക കൊണ്ടുണ്ടാക്കിയ ചെറിയ വസ്തു. അതിൽ മുതൽ അതാണ് ചെറിയ ലഹരിയുടെ ഫസ്റ്റ് തുടക്കം. പിന്നെ പാൻപരാഗ് പോലത്തെ വസ്തുക്കൾ ചിലങ്ങൾ കണ്ടിട്ടുണ്ട്. ചില ആൾക്കാർക്ക് ഈ ബംഗാളികളൊക്കെ പിന്നെ ഒരു സാധനം കയ്യിൽ കൂട്ടിയിട്ട് ഇവിടെ ശ്രമിച്ചിട്ടുണ്ടോ, കണ്ടിട്ടില്ലേ? അത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അതിന് മാരകമായ വശങ്ങളുണ്ട്. അത് നമ്മുടെ ശരീരത്തിൽ ഇവിടെ നാവിൻ്റെ ഇവിടെ വെച്ചിട്ട് അത് ശരീരത്തിലേക്ക് കഴുകിക്കും. അങ്ങനെ ഇവിടെ ഈ ചിഹ്നമൊക്കെ ഇതൊക്കെ കാണാത്ത രീതിയിൽ വളരെ മോശമായ ഫോട്ടോകളൊക്കെ കാണാം. ആ ഒരു ക്യാൻസറാണ് ആദ്യം ഉണ്ടാകുന്നത്. ചെറുതാണ്. ഇപ്പൊ വേറെ സാധനം വന്നിട്ടുണ്ട്. ഡിഗ്രി നമ്മൾ MBBS അതേപോലത്തെ ഡിഗ്രിയാണ്. MD അല്ല, അത് ഡിഗ്രി അല്ല കേട്ടോ. അത് ഭയങ്കര അപ്പൊ നമ്മൾ കുട്ടികളെയാണ് ഉപയോഗിക്കുന്നത്. അതിന് പ്രത്യേക ഗ്രൂപ്പുകളുണ്ട്, ഗ്രൂപ്പുകളുണ്ടാക്കിയിട്ടുണ്ട്. നമ്മളെ പോലത്തെ ആളുകൾ ചെറിയ കുട്ടികൾ 15 വയസ്സ് മുതൽ 65 വയസ്സ് വരെയുള്ള കുട്ടികളും ആളുകളെ കൂട്ടത്തിൽ 284 ദശലക്ഷം ആളുകൾ ഇന്ന് ലോകത്ത് ലഹരി ഉപയോഗിക്കുന്നുണ്ട്. ലോക ജനസംഖ്യയുടെ പകുതി 60% ആളുകളും ഇന്ന് ലഹരി ഉപയോഗിക്കുന്നു. നമ്മുടെ ഗൗരവത്തിൽ മനസ്സിലാവുന്ന ഗൗരവം ഭയങ്കരല്ലേ അല്ലേ? അല്ലാഹു റസൂൽ എന്താ പറഞ്ഞത്? എല്ലാ എന്നോട് കൂടിയത് എന്തിനാണെന്ന് എല്ലാവരും മനസ്സിലാക്കി അല്ലേ? സമസ്ത കേരള ഇസ്ലാമിക വിദ്യാഭ്യാസ ബോർഡിന്റെ കീഴിലുള്ള 1992 മദ്രസകളിൽ ഇതേപോലെ അസംബ്ലിയും അതുപോലെ തന്നെ ലഹരിക്കെതിരായിട്ടുള്ള പ്രതിജ്ഞപ്പെടുത്തുന്നത്. ഏകദേശം 10 ലക്ഷത്തോളം വിദ്യാർത്ഥികളാണ് ഇത്രയും മദ്രസകളിൽ, 1992 മദ്രസകളിൽ 10 ലക്ഷത്തോളം വിദ്യാർത്ഥികൾ പഠിക്കുന്നത്. ഈ 10 ലക്ഷത്തോളം വിദ്യാർത്ഥികൾ ഇന്ന് ലഹരി വിരുദ്ധ പ്രതിജ്ഞ എടുക്കുകയാണ്. ആ പ്രതിജ്ഞ ഞാനിവിടെ ചെയ്തു തരും. അപ്പൊ എല്ലാവരും അത് ഏറ്റ് ഉറക്കത്തിൽ പറയണം കേട്ടോ. റെഡിയല്ലേ? എല്ലാവരും റെഡിയല്ലേ? മയക്കുമരുന്ന്, മറ്റു ലഹരി പദാർത്ഥങ്ങൾ മനുഷ്യരാശിയെ നശിപ്പിക്കുന്നതാണെന്ന് ഞാൻ തിരിച്ചറിയുന്നു. ലഹരി പദാർത്ഥങ്ങൾ വർജിക്കാൻ എൻ്റെ മതം എന്നോട് ആജ്ഞാപിച്ചിട്ടുണ്ട്. അത് സർവനാശത്തിൻ്റെയും
താക്കോലാണെന്ന് മുത്ത് റസൂൽ എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. ഒരു തരത്തിലുള്ള ലഹരി ഉപയോഗവും എന്നിൽ നിന്ന് ഉണ്ടാവാതിരിക്കാൻ എൻ്റെ റബ്ബിനോട് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ലഹരി ഉപയോഗത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു പ്രവർത്തനവും പ്രത്യക്ഷമായോ പരോക്ഷമായോ എന്നിൽ നിന്ന് ഉണ്ടാവുന്നതല്ല. ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് എൻ്റെ പൂർണ്ണ പിന്തുണ ഉണ്ടായിരിക്കുന്നതാണ്. ലഹരിയെ തടയാൻ നിയമപാലകർ നടത്തുന്ന എല്ലാ നീക്കങ്ങൾക്കും എൻ്റെ സഹകരണം ഞാൻ ഉറപ്പു നൽകുന്നു. എൻ്റെ മദ്രസയിൽ എൻ്റെ ഗുരുനാഥന്മാരുടെ നേതൃത്വത്തിൽ ഇന്ന് സംഘടിപ്പിച്ച ഈ സ്പെഷ്യൽ അസംബ്ലിയിൽ എൻ്റെ സഹപാഠികളോടൊപ്പം ഞാനും ലഹരി വിരുദ്ധ പ്രതിജ്ഞയെടുക്കുന്നു. ജയ് സമസ്ത, ജയ് ലഹരി വിരുദ്ധ ക്യാമ്പയിൻ. അസ്സലാമു അലൈക്കും.